കാണാൻ പറ്റുന്നുണ്ടോ? കാണരുതെന്നായിരുന്നു ആഗ്രഹം. ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷേ ഞാൻ മാനേജ് ചെയ്തു. ക്യാമറയുടെ മുമ്പ് വരാൻ ഭയങ്കര ചമ്മലായിരുന്നു. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ഇരുണ്ട ആംബിയൻസിലിരുന്നുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്യണം എന്നത്. അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനിനി എന്ത് മാങ്ങയാണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും ആകാംക്ഷയുണ്ടാകും എന്നെനിക്കറിയാം. അതിനെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഫുഡ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു സ്ട്രെസ് റിലീവറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സുള്ള ദിവസങ്ങളിൽ ഒരു 11, 11:30 ആകുമ്പം ഒരിടത്തരം മൺചട്ടി എടുത്ത് തലേന്ന് ബാക്കി വന്ന വെള്ളം ഒഴിച്ചിട്ട ചോറ് ഒരു 2 തവി, പിന്നെ കഥകൾ ഒരുപാട് പറയാനുള്ള സാമ്പാർ, അവിയൽ, തോരൻ, പുളിശ്ശേരി, നാരങ്ങ അച്ചാർ, കടുമാങ്ങ, ബീട്രൂട്ട് പച്ചടി, അതൊരു കളറിന്, പിന്നെ ചെറിയുള്ളിയും കാന്താരിയും. കാന്താരി ഞെടുമ്പ് പോയത് ചട്ടിക്കകത്തിടണം, ഞെടുമ്പുള്ളത് കുഞ്ഞു പാത്രത്തിൽ സൈഡിൽ വെച്ചേക്കണം. ഓരോ വായിക്കും ഓരോ ഫുൾ കാന്താരി വെച്ച് കീച്ചാന. ഇനി ചട്ടിക്കകത്തോട്ട് നല്ല കട്ട തൈരൊഴിച്ച് ലേശം ഉപ്പ് കുറച്ച് മതി, പ്രഷർ വരും, പ്രഷർ. ഫൈനലി ഒരു പച്ചമുളക് എടുത്ത് ആ ചട്ടിയുടെ നടുക്കോട്ട് കുത്തി നിർത്തണം. എന്നിട്ട് ആ മഴവില്ലഴകിൽ വിരിഞ്ഞു നിൽക്കുന്ന മൺചട്ടി ഒന്ന് ആസ്വദിക്കണം. ഇനി ഒരു ദാക്ഷിണ്യവും ഇല്ലാത്തവരെ പോലെ ആ ചട്ടിക്കകത്തുള്ളതെല്ലാം കൂടെ നന്നായി ഞെരടിക്കുഴച്ച് ഒരു ഫുൾ കൈ നിറച്ച് വായിലോട്ടിട്ടിട്ട് മാറ്റിവെച്ച മറ്റേ ഞെടുമ്പുള്ള കാന്താരി അതിലൊരെണ്ണം കടിക്കണം. ആ ഫീൽ എൻ്റെ സാറേ, ഐ മിസ് പഴങ്കഞ്ഞി എ ലോട്ട്. ഒത്തിരി നാളെ പഴങ്കഞ്ഞി. നമ്മൾ ടോപ്പിക്ക് മാറിപ്പോകുന്ന പോലെ. അപ്പോൾ പഴങ്കഞ്ഞി, ഫുഡ്. നമ്മൾക്ക് മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിച്ചു കഴിയുമ്പം കിട്ടുന്ന ഒരു അനുഭൂതിയില്ലേ, അതുപോലൊരു അനുഭവം നിങ്ങൾക്കും തരാൻ സാധിക്കണം എന്നതാണ് ഈ ഏർപ്പാടിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. മണ്ടതരങ്ങൾക്കൊട്ടും പഞ്ഞമില്ലായിരുന്നെങ്കിലും എന്തിനൊക്കെയോ വേണ്ടി തിളച്ച ഒരു മുട്ടൻ അണ്ടാവ് സാമ്പാറും കഥകൾ ഒരുപാട് പറയാനുള്ള തോരനും അവിയലും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ തോന്നി, എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു ചട്ടിപ്പഴങ്കഞ്ഞി സെറ്റാക്കിയേക്കാമെന്ന്. ഇങ്ങനെ ഈ ഡാർക്ക് റൂം ആംബിയൻസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഏർപ്പാടിനെ ഞാൻ ഒബ്സ്ക്യൂറ വോക്സ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ മുന്തിയിനം പ്രാന്തുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ പഴയ കാലങ്ങളിൽ ഡാർക്ക് റൂം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അവിടെയാണ് ഒരു ഫോട്ടോ അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരുന്നത്. ഒബ്സ്ക്യൂറ എന്നത് ഡാർക്ക് റൂമിനോടും വോക്സ് എന്നത് വോയിസിനോടും ബന്ധപ്പെട്ട വാക്കുകളാണ്. അതിനാൽ ഈ ഒബ്സ്ക്യൂറ വോക്സിലൂടെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വന്നേക്കാവുന്നതുമായ കാര്യങ്ങൾ എനിക്ക് വായിൽ തോന്നിയ പോലെ ഒരു പഴങ്കഞ്ഞി പരുവത്തിൽ നിങ്ങൾക്ക് വിളമ്പുമ്പോൾ എൻ്റെ മനസ്സിലെ ചിത്രങ്ങൾക്കും പൂർണ്ണത വന്നെങ്കിലോ അത് നല്ലതല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ വ്യക്തമായ കുറേ പ്ലാൻ എനിക്കുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. വഴിയേ അറിഞ്ഞോളൂ. വലിയ ഫിലോപ്പസി ഒന്നും ഉണ്ടാവത്തില്ല. നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ്, അല്ലറ ചില്ലറ തോട്ട്സ്, ഞാൻ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയ സിനിമകൾ, കേട്ടിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വായിച്ച പുസ്തകങ്ങൾ, ഓർമ്മകൾ, അങ്ങനെ. ഇതൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ കേൾക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനും സമയത്തിനും നന്ദി. ഇരുട്ട് ഇനിയും ബാക്കിയുണ്ട്. ഇനിയും വരാം. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? BTS കൂടെ കണ്ടിട്ട് പോയാൽ മതി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മാറിയെന്നല്ലേ? അതെ, ബാക്ക്ഗ്രൗണ്ട് മാറി. നിങ്ങൾ ആദ്യം കണ്ടത് 3-ാമത്തെ ടേക്ക്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1-ാമത്തെ ടേക്ക്. മണ്ടത്തരങ്ങൾ 3-ാമത്തെ ടേക്കിൽ കുറവായിരുന്നു. അതുകൊണ്ട് 1-ാമതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഘട്ടമില്ലായ്മ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങളെപ്പോലെ എനിക്കും ഒരു സ്ട്രെസ് റിലീവറാണ്. നല്ല ഭക്ഷണം എനിക്കൊരു സ്ട്രെസ് റിലീവ്. മാങ്ങാണ്ടി എളുപ്പല്ലോ. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇതൊക്കെ കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. കഴിഞ്ഞു.